നമസ്കാരം. ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. കേരള കാർഷിക സർവകലാശാലയും കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പും സംയുക്തമായി ജനുവരി 1 മുതൽ ആരംഭിച്ച അന്താരാഷ്ട്ര പുഷ്പമേള പൂപ്പൊലി 2026 ഈ മാസം 15 വരെ അമ്പലവയൽ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നടത്തപ്പെടുന്നു. പൂപ്പൊലിയുടെ ഉദ്ഘാടനം കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് ജനുവരി 2 നിർവഹിച്ചു. 13 ഏക്കറിൽ ഒരുക്കിയിരിക്കുന്ന പൂക്കളുടെ വർണ്ണവിസ്മയം കേരളത്തിലെ ഏറ്റവും വലിയ ലൈവ് ഫ്ലവർ ഷോയാണ്. മലയോര മേഖലയിലെ കാർഷിക പ്രശ്നങ്ങളും ആനുകാലിക പ്രസക്തിയുള്ള വിഷയങ്ങളും ഉൾപ്പെടുത്തി കാർഷിക സെമിനാറുകളും കാർഷിക ക്ലിനിക്കുകളും മേളയുടെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ നൂതന സാങ്കേതിക വിദ്യകളുടെയും മികച്ച ഇനം നടീൽ വസ്തുക്കളുടെയും കാർഷിക ഉൽപ്പന്നങ്ങളുടെയും പ്രദർശന വിപണന മേളയും ഒരുക്കിയിട്ടുണ്ട്. മുതിർന്നവർക്ക് 70 രൂപയും കുട്ടികൾക്ക് 35 രൂപയുമാണ് ടിക്കറ്റ്. വയനാട്ടിലെ കാപ്പി കർഷകർക്ക് കൂടുതൽ പ്രയോജനം ലഭിക്കത്തക്ക രീതിയിൽ കേര പദ്ധതിയിലൂടെ പ്രാധാന്യം നൽകുമെന്ന് കൃഷിമന്ത്രി ശ്രീ പി പ്രസാദ് പറഞ്ഞു. അന്താരാഷ്ട്ര പുഷ്പമേള പൂപ്പൊലി 2026 അമ്പലവയൽ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കാപ്പി കർഷകരെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2365 കോടിയുടെ ബൃഹത് പദ്ധതിയായ കേരള ക്ലൈമറ്റ് റെസിലിയന്റ് അഗ്രി വാല്യൂ ചെയിൻ മോഡേണൈസേഷൻ പദ്ധതിയിലൂടെ സാധിക്കുമെന്നും മന്ത്രി പി പ്രസാദ്. മലമ്പുഴ സർക്കാർ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് കാട വളർത്തൽ എന്ന വിഷയത്തിൽ ഈ മാസം 6 രാവിലെ 10 മണി മുതൽ 5 മണി വരെ സൗജന്യ പരിശീലനം ഉണ്ടായിരിക്കുന്നതാണ്. പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർ 049128155454 എന്ന നമ്പറിൽ ഓഫീസ് പ്രവൃത്തി ദിവസങ്ങളിൽ വിളിച്ച് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ആധാർ കാർഡിന്റെ പകർപ്പ് പരിശീലനത്തിനെത്തുമ്പോൾ കൊണ്ടുവരേണ്ടതാണ്. കാർഷിക നിർദ്ദേശം: ചീരയിലെ ഇലപ്പുള്ളി രോഗം തടയാൻ 10 ഗ്രാം സ്യൂഡോമോണാസ് 1 കിലോ വിത്തിന് എന്ന തോതിൽ വിത്തുമായി കലർത്തി വിതയ്ക്കുക. പച്ച ചീരയും ചുവപ്പ് ചീരയും ഇടകലർത്തി വിതയ്ക്കുന്നത് രോഗങ്ങളും കീടങ്ങളും കുറയ്ക്കും. കാർഷിക വാർത്തകൾ സമാപിക്കുന്നു.